ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ ധർമ്മത്തിലൂടെയുള്ള പ്രയാണത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന ചെറിയ പ്രശ്നമെന്ന് തോന്നുന്ന വലിയ പ്രശ്നങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അത് വിശകലനം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധൈര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വരേണ്ടി വന്നത്. നമ്മളുടെ ജീവിത സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പം, ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ വീടും പരിസരവും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ബന്ധുക്കളും ഇങ്ങനെ പല പല വ്യക്തികളാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ടാവും, മധുരിക്കുന്ന ഓർമ്മകളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് മൊബൈലും ഇൻ്റർനെറ്റും ടി വിയും അതുപോലെയുള്ള ഒരുപാട് സങ്കേതങ്ങൾ, ഉപകരണങ്ങൾ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യവുമായി നമുക്ക് ഇഴുകിച്ചേരുവാനായിട്ട് അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനെയും നേരിടുവാനുള്ള ഒരു ത്രാണി ഇല്ലാതെ പോകുന്നു. ആ ത്രാണി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ധൈര്യം, എന്തിനേയും നമുക്ക് നേരിടുവാനുള്ള, അത് മണ്ടത്തരത്തിലൂടെയോ ഒരു തണ്ടിൻ്റെ ഭാവത്തിലോ ആകാൻ പാടില്ല. മണ്ടനും തണ്ടനും എന്ന് പറയും. അപ്പോൾ ആ രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുൻപിൻ നോക്കാതെ അപകടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇതെല്ലാ മേഖലകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാത്തിനെയും നമുക്ക് പരിഹരിച്ചുകൊണ്ട് നേരെയാക്കിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അത് അസാധ്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ വ്യക്തിപരമായി നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം മറ്റുള്ളവരിലേക്ക് നമുക്ക് ചെലുത്താൻ പറ്റും. അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള തലത്തിലേക്ക് ഒരു മനസ്സിനെ പാകപ്പെടുത്തുക എന്നാണ് ശരിക്കും ഈ ഒരു ധൈര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ത്രപം, ലജ്ജ, പലപ്പോഴും നമുക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ലജ്ജിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ വരുംവരായികളെ കുറിച്ച് നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോഴാണ്
നമ്മൾ അതിനകത്ത് ലജ്ജയില്ലാതെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റണം. ഈ ലജ്ജ എന്നുള്ള ആ ഒരു നല്ല ഗുണം ഒരുപക്ഷെ നമ്മളിന്ന് അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വെറുതെ നമ്മളിങ്ങനെ പറയും, നിനക്കൊരു നാണവുമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവർക്ക് ദോഷം വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്ക് അവൻ അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലജ്ജ എന്നുള്ള ഒരു ഗുണം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അത് ആവശ്യമാണ്. നമ്മുടെ ഒരു അവയർനെസ്, അവബോധം വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെയാണ് നമുക്ക് വേണ്ടുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം ധ്യാനം, അല്ലേ? ധ്യാനം നമുക്ക് ഈശ്വര പ്രണിധാനം എന്നൊക്കെ പറയും, പ്രണിധാനം. അപ്പൊ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിന്റെ ആ ഒരു ഏകാഗ്രതയിലൂടെ മനസ്സിന്റെ സ്വാഭാവികമായിട്ടുള്ള ലയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. അതിന് പല ടെക്നിക്കുകളും ഉണ്ട്. ഒരുപക്ഷെ ധ്യാനമെന്നുള്ള വാക്ക് പോലും കേൾക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ജപിക്കാറുണ്ടോ, ധ്യാനിക്കാറുണ്ടോ എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയും ജപവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം അവർ കേട്ടിട്ടില്ല. അവർക്ക് ആരും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ലക്ഷക്കണക്കിന് ആളുകളാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണ് ജീവിക്കുന്നത്. ഈ അജ്ഞതയിലാണ്ട് കിടക്കുന്നവരാണ് ഭൂരിഭാഗവും. അറിവിലേക്ക് കൺമിഴിക്കുന്നവര് വളരെ വളരെ കുറവാണ്. അപ്പോ ബുദ്ധൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആണ് കൊട്ടാരത്തില് വളർന്നത്. അങ്ങനെയുള്ള ആ രാജകുമാരൻ എന്തിനാണ് ആ കൊട്ടാരമെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷാന്തേഹിയായി, അതും സ്വന്തം രാജ്യത്ത് തന്നെ സഞ്ചരിച്ചത്? രാജകുമാരന്റെ അച്ഛൻ പറയുന്നുണ്ട് ഒരു സന്ദർഭത്തില്, നീ എനിക്കും കൂടി നാണക്കേടുണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ തെണ്ടി നടക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്റെ കുലം തെണ്ടികളുടെ കുലമാണ്. തെണ്ടി എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. ഭിക്ഷുക്കളുടെ, ഭിക്ഷാന്തേഹി. കാരണം ഭിക്ഷുക്കൾ ഈ സത്യത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. അവരെയാണ് ഭിക്ഷുക്കൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളതിന് ഇങ്ങനെ, നമുക്കതിൻ്റെ ആഴം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തെണ്ടി നടക്കുന്നവരെന്ന് പറയും. അപ്പോൾ ബുദ്ധൻ അച്ഛനോട് പറയുകയാണ്, രാജകുമാരനായിരുന്നു ആ ഇതെല്ലാം വിട്ടിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരാൾ ഉപേക്ഷിക്കണമെങ്കിൽ, അതായത് ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ അതിലും വലുതായിട്ടുള്ള എന്തോ ഒന്ന് ഉണ്ടാകണം. അത് ബുദ്ധന് പല സന്ദർഭങ്ങളിലും തിരിച്ചറിയാനായിട്ട് പറ്റി. അദ്ദേഹത്തിന്റെ വിവേകം അവിടെ ഉണർന്നു. ആ വിവേകം, അതാ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ, ആവിവേശ. ശ്രദ്ധ അവനിലേക്ക് ആവേശിച്ചു
എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പം ഇവിടെയും ഈ രാജകുമാരനിൽ അങ്ങനെയുള്ളൊരു ശ്രദ്ധ എന്തുകൊണ്ടാണ്? രോഗിയായ ഒരാളെയും അതുപോലെ തന്നെ മരിച്ചു പോകുന്ന ഒരാളെയും ഒക്കെ കണ്ടപ്പോഴാണ് ഈ രാജകുമാരന് അങ്ങനെ ഒരു ശ്രദ്ധയുണ്ടായത്. നമ്മളിൽ എത്രയോ പേരാണ് ഇതൊക്കെ കാണുന്നത്, നമ്മൾക്ക് അങ്ങനെ ഒരു ശ്രദ്ധ വരുന്നില്ല. എത്രയോ കഷ്ടപ്പെടുന്നു നമ്മൾ, അസുഖങ്ങൾ വരുന്നു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് ആർക്കും തന്നെ അങ്ങനൊരു ശ്രദ്ധയുണ്ടാകുന്നില്ല, അങ്ങനൊരു വിരക്തി ഉണ്ടാകുന്നില്ല. ഇതിനൊരു പോംവഴി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിൽ പലരും പല അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവസാനം നോക്കുന്നത് എന്താണ്? ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് ഒരു പരിഹാരം. അതാണ് ഏറ്റവും വലിയ പരിഹാരമായിട്ട് അവർ കണ്ടിട്ടുള്ളത്. പക്ഷെ അവരിൽ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? അറിവിലേക്ക് ഉണരാനുള്ള ശ്രദ്ധയുടെ ആവേശം ഉണ്ടാകുന്നില്ല. പരമകാരുണികനായ ഗുരു ആ അറിവിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞത്. പക്ഷെ സംഭവിച്ചിട്ടില്ല. ഇന്നും ഗുരുഭക്തന്മാരായിട്ട് എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരിലേക്ക് ആർക്കെങ്കിലും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം, 1%. ബാക്കി 99% ഗുരുവിൻ്റെ തപസ്സിനെ കുറിച്ചോ ഗുരു ചെയ്ത ആ ത്യാഗത്തെക്കുറിച്ചോ അറിയാതെ ഒരു 5 മിനിറ്റെങ്കിലും കണ്ണടച്ചിരിക്കുവാൻ, ധ്യാനിക്കുവാൻ അറിയാതെ പോകുന്നവരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം, നമുക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയുമില്ലാതെ ഭൗതികതയോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയില്ലാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ധ്യാനം എന്നുള്ളത്. അതിന് നമ്മൾ വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ല. അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് നമുക്കത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. പലർക്കും ഒരു ഭയമുണ്ട്, ഇനി ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? സന്യാസിയായി പോകുമോ? അങ്ങനെ ആരും സന്യാസിയായി പോകത്തില്ല. കുടുംബം ഇമ്പമുള്ളതായി തീരണമെങ്കിൽ ഓരോരുത്തരും, വീട്ടിലുള്ള എല്ലാവരും, അച്ഛനും അമ്മയും മക്കളും ഉൾപ്പെടെ ഒരു 5 മിനിറ്റ് കൂട്ടായിട്ടിരുന്ന് ധ്യാനിക്കണം. നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഓടുന്നതിന് പകരം സ്വസ്ഥമായിട്ട് ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട്, നമ്മൾ ധ്യാനത്തിൻ്റെ ക്ലാസ്സൊക്കെ മുൻപ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഗുരുവിൻ്റെ പ്രകാശ സ്വരൂപം ഹൃദയത്തിൽ നമ്മൾ കണ്ടുകൊണ്ട്, ഗുരുവിൻ്റെ ആ മൂലമന്ത്രം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം ഉള്ളിൽ ഉരുവിട്ടുകൊണ്ട്, ആ തേജോമയമായിട്ടുള്ള ആ രൂപത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു 5 മിനിറ്റ് ചെലവഴിച്ചു നോക്കൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകും. വേറെ എങ്ങും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് സാധിക്കുന്നില്ല. അങ്ങനൊരു മനസ്സിനൊരു ഇരുത്തം വരുന്നില്ല. നമുക്കപ്പോഴും മറ്റ് അറിവില്ലാത്തവർ പറയുന്നതാണ് നമ്മുടെ അറിവായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു പഠിപ്പുമില്ലാത്ത, ആധ്യാത്മികമായിട്ട് അവൻ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചിട്ടുള്ള പലരുമുണ്ട്. അതിനൊരു ആധികാരിക രേഖയുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് ചോദിക്കാൻ പോലും നമുക്കറിവില്ല. ആ അറിവില്ലാത്തത് കൊണ്ട് അവൻ നമ്മളെ പറ്റിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് കഷ്ടത്തിൽപ്പെട്ട് കിടക്കുന്നത്. അപ്പം നമുക്കതിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിശദമായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല.
മറിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ട് ആ ശ്രേഷ്ഠത തിരിച്ചറിയാതെ നമ്മൾക്ക് മരിച്ചു പോകേണ്ടി വരുമെന്നല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം, ആ ഒരു വേവലാതി നമ്മളിൽ ഉണരണം. അത് അവനവനാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും പഠിച്ചാൽ അത് എനിക്കാണ് ഗുണം, ഞാനത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം, അറിവില്ലാത്തവർക്ക് അത് പകർന്നു കൊടുക്കാം. അവരും ആ രീതിയിൽ അവൻ്റെ സാമാന്യ ബുദ്ധി ഉൾപ്പെടെ ഉപയോഗിച്ച് അത് പ്രയോജനപ്പെടുത്തിയാൽ അവനും രക്ഷപ്പെടാം. അപ്പം ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ ആർക്കൊക്കെ രക്ഷപ്പെടാം. പക്ഷെ അത് ചെയ്യാതെ പോകുമ്പോഴോ, അത് വരുമ്പോഴാണ് പ്രശ്നം. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് ഗുരു ഇവിടെ പറയുന്ന ധ്യാനം. ജപിക്കുകയും ധ്യാനിക്കുകയും. ധ്യാനമെന്ന് പറയുമ്പോൾ ധ്യാനം മാത്രമല്ല, അതിനോട് ചേർന്നാണ് ധ്യാനം. അതിൻ്റെ ആദ്യത്തെ പടി ജപം കഴിഞ്ഞിട്ടാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരിയേണ്ടത്. അപ്പോൾ അത് വളരെ ലളിതമായിട്ട്, സങ്കീർണമല്ല, ഏറ്റവും ലളിതമാണ്. അത് താല്പര്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃതകൃത്യമാക്കുവാനായിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ മഹത്തായ നഷ്ടം നമുക്ക് സംഭവിക്കും. അത് വരാതിരിക്കണം. അപ്പോൾ നമുക്ക് മാതൃകയായിട്ട് ഗുരു ചെറുപ്പം മുതൽ ഗുരു ധ്യാനാവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ ജീവചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. വസൂരി പിടിപെട്ടപ്പോഴും ഗുരു ധ്യാനത്തിലേക്കാണ് പോയത്. അടുത്തുള്ള ആ ക്ഷേത്രത്തിൽ ആരോടും പറയാതെ ജപധ്യാനാദികളിലാണ് സമയം കഴിച്ചുകൂട്ടിയത്. അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിന് ശേഷം സംസ്കൃതവും വ്യാകരണവും അതുപോലെ ഉപനിഷത്തും ഗീതയും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതിന് ശേഷവും ഗുരു ചെയ്തത് എന്താണ്? മരുത്വാമലയിലേക്ക് പോവുകയും ആ പിള്ളത്തടം ഗുഹയിൽ അതിൻ്റെ ആ ആഴത്തിലേക്ക് ധ്യാനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്ക് പോകുകയുമാണ് ചെയ്തത്. അപ്പോൾ ഓരോ ശ്രീനാരായണ ഗുരുദേവ വിശ്വാസിയും ഭക്തനും ശിഷ്യനും അതുപോലെ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം അവരെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ജാതിയിലോ മതത്തിലോ പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഗുരുവിനെ പിന്തുടരുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ട, ശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ധ്യാനം. കാരണം ഗുരു നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന അങ്ങനെയാണ്. ആ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ പോയി കൊണ്ടുവന്ന രത്നങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ കൃതികൾ. ആത്മോപദേശ ശതകവും അതുപോലെ തന്നെ മറ്റു എല്ലാ ദൈവദശകവും ഉൾപ്പെടെയുള്ള കൃതികൾ. ഇപ്പൊ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ പോകാതെ ഈ മനസ്സും ബുദ്ധിയും അത്രയ്ക്കും സൂക്ഷ്മമാക്കാതെ ഗുരുവിനുണ്ടായ അനുഭൂതിയെ വെറും ഉപരിപ്ലവമായിട്ട് നടക്കുന്ന ചിന്തകൾ കൊണ്ട് വയറ്റിപ്പഴപ്പിന് നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഉപരിപ്ലവമായിട്ടുള്ള ചിന്തയും ധ്യാനത്തിലൂടെ തേച്ചുമിനുക്കിയ ആ അറിവും, അതായത് നമ്മൾ തപം എന്ന് പറയുന്നത് ഈ ഒരു സ്വർണ്ണപ്പണിക്കാരൻ അവൻ അഗ്നിയിലിട്ട് ആ സ്വർണത്തെ സ്ഫുടം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നത്, ആ ചെയ്യുന്ന പ്രക്രിയ പോലെയാണ് ഒരു സാധകൻ
അവൻ്റെ ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും വിചാരത്തിലൂടെയും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവിനെ സ്ഫുടം ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് സാക്ഷാത്കാരമാകുന്നത്. അങ്ങനെ ഗുരു സാക്ഷാത്കരിച്ച ആ സത്യത്തെ സാക്ഷാത്കരിക്കാത്ത ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ഇതാണ് ഗുരു പറഞ്ഞത് എന്ന് പറയാൻ സാധിക്കുന്നത്? അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വഴിതെറ്റി പോയിരിക്കുന്നത്. ഗുരുവിൻ്റെ സൂക്ഷ്മത, ഗുരുവിൻ്റെ മഹിമ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് ഈ തപസ്സിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് വെറുതെ നമുക്ക് ഭാഷാജ്ഞാനമോ സംസ്കൃത പാണ്ഡിത്യമോ മലയാളത്തിലുള്ള പാണ്ഡിത്യമോ ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യമോ ഒന്നുമല്ല ഇതിൻ്റെ മർമ്മം ഗ്രഹിക്കാൻ വേണ്ടുന്നത്. തീർച്ചയായിട്ടും ഭാഷ നമുക്ക് ആവശ്യമാണ്. ഭാഷയുടെ മറ്റു വശങ്ങൾ, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, സന്ധി, അങ്ങനെ സമാസം ഒക്കെ ഉണ്ട്. പക്ഷേ അത് മാത്രം പഠിച്ചതുകൊണ്ട് ഇതിൻ്റെ മർമ്മം ഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാണ് തപസ്സെന്ന് പറയുന്നത്. അടങ്ങി ഒതുങ്ങി നമ്മുടെ മനസ്സിനെ അടക്കി ഒതുക്കി ഇരുത്തുവാനുള്ള ആ ഒരു കഴിവ് പലപ്പോഴും പലർക്കും കാണാറില്ല. പക്ഷെ അവരൊക്കെ വലിയ സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ ഒരുപാട് പറയുന്ന പോലെ നമുക്ക് തോന്നാം. ഒരിക്കലും ഈ തപസ്സിൻ്റെ തലത്തിലേക്ക് പോയി തെളിച്ചമില്ലാത്ത ആ അറിവിനെ അറിവുള്ളവരാരും തന്നെ അംഗീകരിക്കില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അംഗീകാരത്തിൻ്റെ വിഷയം മാത്രമല്ല, അതിന് ജീവനുണ്ടാകില്ല. അത് നമ്മുടെ ഹൃദയസ്പർശിയായിട്ട് മാറില്ല. അപ്പം എൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മളെ ഹൃദയസ്പർശിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അതിന് ജീവനുണ്ട്. അപ്പം നമ്മളത് കടമെടുത്ത് പറയുമ്പോൾ ആ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം അത് നമ്മുടെ അനുഭവമല്ല. ഞാൻ ക്രോധത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളാരും കോപിക്കരുത് എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഞാൻ കോപത്തിനെ അതിവർത്തിച്ചവനായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ക്രോധമുണ്ടാകുന്നത്? കാമമുള്ളത് കൊണ്ടാണ്, ആഗ്രഹങ്ങളുള്ളത് കൊണ്ടാണ്. സംസ്കൃതത്തിൽ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നാണ് അർത്ഥം. ഏത് ആഗ്രഹവും, ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ വലിയ മാലകളായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആഗ്രഹം പൂർത്തീകരിക്കാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ക്രോധമുണ്ടാകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കോമൺ സെൻസ് ആണ്. അതിന് നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും അംഗീകരിക്കണം എന്ന് എൻ്റെ ആഗ്രഹമാണ്. അതിന് വിപരീതമായി നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞാനത് ഉൾക്കൊള്ളില്ല. അപ്പം എന്തു പറ്റും? എനിക്ക് ദേഷ്യമുണ്ടാവും. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും, അല്ലെങ്കിൽ നിങ്ങൾ ആ തലത്തിലേക്ക് ഉയരാതിരിക്കുകയും, ആ കാര്യം എനിക്ക് മനസ്സിലാകാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അന്തസ്സംഘർഷമാണ് ഈ കോപത്തിന് കാരണമായിട്ടുള്ളത്. അത് മനസ്സിൻ്റെ അശുദ്ധിയായിട്ട് മാറുകയാണ്. അപ്പം ഇങ്ങനെ മനസ്സിനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോഴാണ് ഈ സംഘർഷം, അന്തസ്സംഘർഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരണം. ഇനി അഥവാ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കുവാനുള്ള ക്ഷമ എനിക്കുണ്ടാവണം. അതല്ലാതെ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എനിക്കതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടാ.
അതുകൊണ്ട് ഞാൻ എടുക്കുന്നൊരു അടവാണത്. നമ്മുടെ വീടുകളിൽ ഇത് കാണുന്നുണ്ട്. കുട്ടികൾ അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ആ സമയത്ത് അറിഞ്ഞുകൂടെങ്കിൽ അവരെടുക്കുന്ന ഒരു അടവാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. അത് ഏത് സ്ഥലത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റാതെ വരുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറിച്ചതുകൊണ്ട്, കോപിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ? ഒരിക്കലുമില്ല. അപ്പോൾ ആ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കുന്ന ആ ആഗ്രഹം ശരിയല്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ എന്നിൽ കോപമില്ലാതെ വരും. ഇനി ചിലപ്പോൾ കോപം വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ പല പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ നിന്നും വെളിയിൽ വരാൻ പറ്റും. അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ ഉണ്ടാകുന്നതാണ് ലോഭം. കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് ലോഭവും, പിന്നീട് മോഹം, തെറ്റിദ്ധാരണ. മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ പാടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? മോഹം തെറ്റായിട്ട് ധരിക്കുകയാണ്. യഥാർത്ഥ വസ്തുവിനെ അങ്ങനെ ധരിക്കാതെ വേറൊന്നായിട്ട് ധരിക്കുന്ന ഒന്നാണ് മോഹാവസ്ഥ. ഇത് വീണ്ടും നമ്മളെ കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കിയുള്ളൂ. അതിൽ മോഹത്തിൽ പെടാതിരിക്കണം. മോഹം വന്നു കഴിഞ്ഞാലോ പിന്നെ വരുന്നതാണ് മതം, ഈഗോ, അഹങ്കാരം, അല്ലെ, ഞാനെന്ന ഭാവം. ഈ തെറ്റിദ്ധാരണയിൽ ഞാൻ ആരോ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് എൻ്റെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ പറയുന്നത് തന്നെയാണ് ശരി. ഒരിക്കലും അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എത്രയോ ആളുകളാണ് ഈ ഒരു രീതിയിൽ നശിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഈ ഫീൽഡിൽ പലരും ഇടയ്ക്ക് വെച്ച് തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കൃത്യമായിട്ട് ഒരു നല്ല അറിവുള്ള, പക്വതയുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തണം. നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് അവർക്ക് അതിനുള്ള പക്വതയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ആ ഉത്തരത്തിന് തെളിച്ചമുണ്ടോ? സൂക്ഷ്മതയുണ്ടോ? ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അങ്ങനെ ഒരു ക്ലാരിറ്റി തരാനായിട്ട് ആൾക്ക് പറ്റുമോ ആ വിഷയത്തിൽ? അപ്പൊ അങ്ങനെ നമുക്ക് തെളിച്ചമുള്ള ഒരു ആളെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തിയില്ലെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ നശിച്ചു പോകാനായിട്ട് സാധ്യത ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടം അറിഞ്ഞുകൊണ്ട് നമ്മൾ വരുത്തി വെക്കരുത്. എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും ഞാനിങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു. വേറൊന്നുമല്ല, ഗുരുവിന് ഒരു പൂജ ചെയ്യാൻ പറഞ്ഞു, ഒരു ആരതി. അപ്പം അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തിനൊരു കോംപ്ലക്സ്, ഒരു കുഞ്ഞ് ഈഗോ. ഞാൻ പറഞ്ഞ് അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹം കൊച്ചായി പോയെങ്കിലോ, വേറെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്നാണ്. ആരതി നടത്താൻ പറഞ്ഞത് ഗുരുദേവനാണ്, എനിക്കല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പ്രശ്നം. നോക്കൂ എത്ര ബാലിശമാണ്. പരമഗുരുവിന് ഒരു ആരതി നടത്താനായിട്ട് പറയുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ തലത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഈ മാർഗത്തിൽ ഒരാളെ നമ്മളൊരു ഗുരുവായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. സമയാസമയങ്ങളിൽ ആ ഗുരു അവരെ കറക്റ്റ് ചെയ്യും.
ആ ഗുരു കറക്റ്റ് ചെയ്യുന്നതിനെ നല്ല മനസ്സോടുകൂടി എന്ത് ചെയ്യണം? അനുസരിക്കണം. പക്ഷെ പല ആളുകളും അങ്ങനെയല്ല, ഗുരുവിനെ ഉപദേശിക്കാൻ അങ്ങോട്ട് ചെല്ലും. അതുകൊണ്ട് അവരൊന്നും ശരിക്കുള്ള ശിഷ്യന്മാരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മനഃശുദ്ധിയെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് സംസാരിച്ചത്? മനസ്സ് ശുദ്ധമായിരിക്കണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകണം, അതിന് അശുദ്ധിയാക്കുന്നത് ഏതാണ്? ഇത് രണ്ടും നമ്മൾ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പം അശുദ്ധമാക്കുന്നത് കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളാണ്. അഹങ്കാരത്തിൽ നിന്ന് മത്സരം ഉണ്ടാകുന്നു. ആ മത്സരം വന്നു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ നശിച്ചു പോകുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി. അത് വരാതിരിക്കാനാണ് ഗുരു പറഞ്ഞത് എന്ത്? നമുക്ക് ഈ ദുഷ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ എന്നേക്കുമായിട്ട് നമ്മൾ മാറ്റിക്കളയണം. അത് മാറുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഋജുത്വവും സ്നേഹവും ദയയും മൃദുലതയും അതുപോലെ ധൈര്യവും ലജ്ജയും ധ്യാനവും ഒക്കെ നമ്മളിൽ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത്. ഈ ശുദ്ധമായ മനസ്സിലാണ് ശരിക്കുള്ള തത്വത്തെ നമുക്ക് സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും സാക്ഷാത്കരിക്കുവാനും സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് തത്വമസി എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് ആ ഒരു അനുഭൂതി നമ്മളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്, താൻ ഉൾപ്പെടെ എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധോദയം ശ്രീബുദ്ധന് എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ ഗുരുദേവൻ എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ നമുക്കും ആ അനുഭൂതിയിലൂടെ കൃതകൃത്യരായിട്ട് മാറാൻ പറ്റും. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്ന് ഏത് മോഹം, അന്ന് ഏത് ശോകം എന്നുള്ള തലത്തിലേക്ക് ഈശാവാസ്യം ഉപനിഷത്തൊക്കെ പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഉയരുവാനും ഉണരുവാനും അങ്ങനെ മനുഷ്യജന്മം കൃതകൃത്യമാക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. അതല്ലാതെ മനസ്സിൻ്റെ ശുദ്ധിയില്ലാതെ ഒരിക്കലും നമുക്ക് ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാണാവുന്ന ഗ്രന്ഥങ്ങളും ഈ കാണാവുന്ന ക്ഷേത്രങ്ങളും ഈ കാണാവുന്ന ആചാര അനുഷ്ഠാനങ്ങളും പുണ്യ സങ്കേതങ്ങളും തീർത്ഥസ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ നോക്കുക നമുക്ക് ഏതാണ് ആവശ്യം. തീർച്ചയായിട്ടും അതൊക്കെ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ട് അവരവരുടെ മാനസിക തലത്തിനനുസരിച്ച് സ്വീകരിക്കുക. അവിടെ നിന്നുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുവാനോ അവരെ ആക്ഷേപിക്കുവാനോ സംശയരോഗത്തിനോ ഒന്നും ഇടവരാതെ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഈ സംശയരോഗത്തെ മാറ്റി മുന്നോട്ട് ഗമിക്കുവാനായിട്ട് പരിപൂർണ മനസ്സോടുകൂടി പരമഗുരുവിൽ അഭയം പ്രാപിക്കുക, ആത്മസമർപ്പണം നടത്തുക. അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ, വേറെ ഒരു വഴിയുമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.